ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBIS-ലൂടെ. Now fitness will increase with savings. The 15% tax on gyms, yoga and fitness centers in the pre-GST era has now been reduced to just 5%. Next Gen GST. ഭീമ ആൻഡ് ബ്രദർ, ആലപ്പുഴ, കൊല്ലം, തൃശൂർ, പാലക്കാട്. പറയാം. ഈ പറയുമ്പോൾ തന്നെ ഇതാ 5ാം ഹിറ്റ്സ് മത്സരം നമ്മളെ കൺമുന്നിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. അവസാനത്തെ ഹിറ്റ്സ് മത്സരമാണ്, ബി ബാച്ചിന്റെ അവസാന ഹിറ്റ്സ് മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനുശേഷം എ ബാച്ച് വള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. എനിക്ക് തോന്നുന്നു ചേട്ടാ, കോറ്റാത്തൂർ, കൈതക്കോടി, അതോടൊപ്പം തന്നെ കീക്കൊഴൂര്, കടപ്ര, റാന്നി എന്നിങ്ങനെയുള്ള പള്ളിയോടങ്ങളാവാം ഈ ഹിറ്റ്സ് മത്സരത്തിൽ മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 5ാമത്തെ ഹിറ്റ്സ് മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വള്ളപ്പാടകലെ ഒരു പള്ളിയോടം മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി പള്ളിയോടങ്ങളൊക്കെ അതിനെ അനുഗമിച്ചുകൊണ്ട് തന്നെ. അരുണിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നിഖിലും MK വിനോദും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, വിനോദ്, അവിടെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് എത്ര മണിയോടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് സമാപനമാകും? ഒപ്പം തന്നെ ഫൈനലിനുള്ള ഒരുക്കങ്ങൾ, അത്തരം വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. നിലിമ, തീർച്ചയായും. അതായത് ഹീറ്റ്സ് മത്സരങ്ങൾ നിലവിൽ ബി ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ഹീറ്റ്സ്, അതായത് ബി ബാച്ചിലെ അവസാന ഹീറ്റ്സ് മത്സരങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോറ്റാത്തൂർ, കൈതക്കുടി, 1ാം ട്രാക്കിൽ കോറ്റാത്തൂർ കൈതക്കുടി, 2ാം ട്രാക്കിൽ കീക്കൊഴൂർ വയലത്തല, 3ാം ട്രാക്കിൽ കടപ്ര, 4ാം ട്രാക്കിൽ റാന്നി. ഈ 4 പള്ളിയോടങ്ങളാണ് നിലവിൽ പാടിത്തുഴഞ്ഞ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. എന്തായാലും ഇപ്പോൾ വാശിയേറിയ, അതായത് ഓരോ പള്ളിയോട കരകളും വാശിയോടെ പാടിത്തുഴഞ്ഞ വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മനോഹരമായ കാഴ്ചകൾ. അതായത് നീലിമ നേരത്തെ പറഞ്ഞതുപോലെ ബി ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ അതിന്റെ അവസാനം കിടക്കുന്ന 5ാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ, അതായത് ബി ബാച്ചിലെ 5ാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ, അവസാന ഹീറ്റ്സ് മത്സരങ്ങൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 1ാം ട്രാക്കിൽ 14ാം നമ്പർ കോറ്റാത്തൂർ കൈതക്കുടി, 2ാം ട്രാക്കിൽ 15ാം നമ്പർ കീക്കൊഴൂർ, 3ാം ട്രാക്കിൽ 16ാം നമ്പർ കടപ്ര, 4ാം ട്രാക്കിൽ റാന്നി, 17ാം നമ്പർ റാന്നി എന്നീ പള്ളിയോടങ്ങളാണ് നിലവിൽ പാടിത്തുഴഞ്ഞ വരുന്നത്. നിലവിൽ ഒരു പള്ളിയോടം, അത് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിങ്ങനെ പാടിത്തുഴഞ്ഞ് മറ്റുള്ള 2 പള്ളിയോടങ്ങളെക്കാൾ വളരെ 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 അത് 14ാം നമ്പർ കോറ്റാത്തൂർ കൈതക്കൊടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മറ്റ് 2 പള്ളിയോടങ്ങളെക്കാൾ വളരെ വളരെ വള്ളപ്പാടുകൾക്ക് മുമ്പിലായി ഇപ്പോൾ പാടിത്തുഴഞ്ഞ് സത്രക്കടവിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതായത് മറ്റ് 2 പള്ളിയോടങ്ങളെക്കാൾ വളരെ വളരെ വള്ളപ്പാടുകൾക്ക് മുന്നിൽ അത് പാടിത്തുഴഞ്ഞ് ഫൈനൽ സത്രക്കടവിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും തൊട്ടു പിന്നിലുള്ള പള്ളിയോടങ്ങൾ, ആ 2 പള്ളിയോടങ്ങളും ഇങ്ങനെ പാടിത്തുഴഞ്ഞ് വരുന്ന കാഴ്ചകൾ, ഇത് ആറന്മുള മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ്. അതായത് ഒരു മത്സര വള്ളംകളിക്ക് അപ്പുറത്തേക്ക് ഇതൊരു ആചാരമാണ്, ഒരു അനുഷ്ഠാനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പള്ളിയോട കരകളും ഇങ്ങനെ പാടിത്തുഴഞ്ഞൊരു മത്സരത്തിനപ്പുറത്തേക്ക് ഇതൊരു ആചാരം ആയി കാണുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ കാണുന്നത് 15ാം നമ്പർ പള്ളിയോടം കീക്കൊഴൂർ വയലത്തലയും ഒപ്പം 16ാം നമ്പർ കടപ്രയും ആണ് നിലവിൽ ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോറ്റാത്തൂർ കൈതക്കുടി അത് ആദ്യം വള്ളപ്പാടുകൾക്ക് മുന്നിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബി ബാച്ച് അതിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ അത് പൂർത്തിയായിരിക്കുകയാണ്. ഇതോടെ 5 ഹീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 1ാം ഹീറ്റ്സിൽ മേപ്പറം തൈമ്പ്രവങ്കരയും കോടിയാട്ടരയും ഇടപ്പാവൂരുമാണ് മത്സരിച്ചതെങ്കിൽ 2ാം ഹീറ്റ്സിൽ മുതവഴി, പുതുക്കുളങ്ങര, പൂവത്തൂർ കിഴക്ക് 3 പള്ളിയോടങ്ങളായിരുന്നു. 3ാം ഹീറ്റ്സിൽ തോട്ടപ്പുഴശ്ശേരിയും വന്മഴിയും മംഗലവും മത്സരിച്ചപ്പോൾ 4ാം ഹീറ്റ്സിൽ ആറാട്ടുപുഴ, എടക്കളം, ചിന്നിത്തല, പുല്ലൂപ്പുറം പള്ളിയോടങ്ങളാണ് മത്സരിച്ചത്. 5ാം ഹീറ്റ്സിൽ കോറ്റാത്തൂർ കൈതക്കുടിയും കീക്കൊഴൂർ വയലത്തലയും കടപ്രയും മത്സരിച്ചു. എന്തായാലും 5 ഹീറ്റ്സുകൾ അത് പൂർത്തിയായിട്ടുണ്ട്. ഇനി നടക്കാനുള്ളത് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ്. എ ബാച്ച് പള്ളിയോടങ്ങളുടെ 1ാം ഹീറ്റ്സിൽ പൂവത്തൂർ പടിഞ്ഞാറ്, 18ാം നമ്പർ പള്ളിയോടം പോത്തൂർ പടിഞ്ഞാറ്, ചെറുകോൽ 19ാം നമ്പർ പള്ളിയോടം ചെറുകോൽ, ഒപ്പം ഇടയാറന്മുള കിഴക്ക് 20ാം നമ്പർ പള്ളിയോടം ഇടയാറന്മുള കിഴക്ക്. ഈ 3 പള്ളിയോടങ്ങളാണ് എ ബാച്ച് മത്സരത്തിൽ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമത് മത്സരിക്കാനിറങ്ങുന്നത്. 1ാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കാനിറങ്ങുന്ന ഈ 3 പള്ളിയോടങ്ങളാണ്. അതിന് തൊട്ട് പിന്നാലെ രണ്ടാം ഹീറ്റ്സ് നടക്കും. അതിൽ കോയിപ്പുറവും
കിഴക്കനോതര കുന്നേകാടും വരയന്നൂരും ആയിരിക്കും മത്സരിക്കുക. എന്തായാലും ഇത് ആറന്മുളയിൽ മാത്രം കാണുന്ന കാഴ്ച, ഒരു മത്സര വള്ളംകളിക്ക് അപ്പുറത്തേക്ക് നയനമനോഹരമായ കാഴ്ച, ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ കാഴ്ച, അത് ഇവിടെ മാത്രം കാണാൻ കഴിയുന്നതാണ്. ഓരോ പള്ളിയോടങ്ങളും ഓരോ പള്ളിയോട കരകളും വ്രതമനുഷ്ഠിച്ച് വ്രതശുദ്ധിയോടുകൂടി കരയിലുള്ള കരക്കാർ തന്നെ പാടിത്തുഴഞ്ഞ വരുന്ന കാഴ്ചകൾ, അത് ഓരോ പള്ളിയോടവും പാടിത്തുഴഞ്ഞു വരുന്ന കാഴ്ചകൾ എന്തായാലും നയനമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ കണ്ടു ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ആ ഒരു ജലഘോഷയാത്ര, അതും ഇവിടെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ പള്ളിയോടും മത്സരത്തിനപ്പുറത്തേക്ക് ഒരുമിച്ച് പാടിത്തുഴഞ്ഞു പോകുന്ന കാഴ്ചകൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം മത്സരത്തിനപ്പുറത്തേക്ക് ഓരോ പള്ളിയോടങ്ങളും ഇങ്ങനെ മത്സരിച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന കാഴ്ചകൾ അത് ഇവിടെ മാത്രം കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഒപ്പം ഇവിടെ വള്ളങ്ങൾ, ചെറിയ ചെറിയ വള്ളങ്ങൾ, അതിൽ ഇങ്ങനെ നാട്ടുകാരായ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അവർ പലതിനും അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം റെസ്ക്യൂ ടീം ഇവിടെ എത്തുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ വള്ളങ്ങളിൽ ഒക്കെ ഇവിടെ ഇറങ്ങുന്നവർക്കെതിരെ കർശനമായ നടപടി എന്തായാലും സ്വീകരിക്കും. നേരത്തെ തന്നെ ഈ സംഘാടക സമിതി പള്ളിയോട സേവാ സംഘം അറിയിച്ചിട്ടുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ വള്ളം അത് കുറെ നേരമായി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതാണ് ഈ ഒരു ഇതിലേക്ക് അപ്പോൾ തന്നെ പോലീസ് റെസ്ക്യൂ ടീമുകളൊക്കെ അവിടെ സ്ഥലത്തെത്തുന്ന കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഈ പമ്പ നദിയുടെ ഇരുകരകളിലുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ഇരുകരകളിലുമായി നിരവധി ആളുകൾ ഈ ഒരു ആറന്മുള ഉത്രട്ടാതി ജലമേള കാണാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ആറന്മുളക്കാരുടെ ഓണം അത് തന്നെയാണ് ഈ ഉത്രട്ടാതി ജലമേള. ഈ ഒരു ജലമേള കാണാൻ ഒരു വള്ളം കളിക്കുപരി ഇതൊരു ജലമേളയാണ്, ജലമാമാങ്കമാണ്. അത് കാണാൻ ഇവിടേക്ക് രണ്ട് കരകളിലും പമ്പയാറിന്റെ രണ്ട് കരകളിലുമായി നിരവധി ആളുകൾ തടിച്ചു കൂട്ടി നിൽക്കുന്ന കാഴ്ചകളും നമുക്ക് എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ എ ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ അത് ആരംഭിച്ചിട്ടുണ്ട്. എ ബാച്ച് ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യ ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ പോത്തൂർ പടിഞ്ഞാറ്, രണ്ടാം ട്രാക്കിൽ ചെറുകോൽ, മൂന്നാം ട്രാക്കിൽ ഇടയാറന്മുള കിഴക്ക്. പോത്തൂർ പടിഞ്ഞാറ് 18 നമ്പർ പള്ളിയോടം, 19 നമ്പർ പള്ളിയോടം ചെറുകോൽ, ഒപ്പം 20 നമ്പർ പള്ളിയോടം ഇടയാറന്മുള കിഴക്ക്. ഈ മൂന്ന് പള്ളിയോടങ്ങളാണ് എ ബാച്ചിന്റെ ഈ ഒരു ആദ്യ ഹീറ്റ്സിൽ മത്സരിച്ച് പാടിത്തുഴഞ്ഞു വരുന്നത് ഈ മൂന്ന് പള്ളിയോടങ്ങളാണ്. എന്തായാലും ഈ മൂന്ന് പള്ളിയോടങ്ങൾ തമ്മിലുള്ള എ ബാച്ചിന്റെ മത്സര വള്ളംകളിയുടെ ആദ്യ ഹീറ്റ്സ് അത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ മൂന്ന് പള്ളിയോടങ്ങൾ അത് ഇങ്ങനെ പാടിത്തുഴഞ്ഞ വരുന്ന കാഴ്ചകൾ അതും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒപ്പം ഇവിടെ എന്തിനും സജ്ജമായി റെസ്ക്യൂ ടീമുകൾ, ഒപ്പം പോലീസ് ഫോഴ്സ് അടക്കമുള്ളവരുടെ സേവനവും ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ സേവനവും ഇവിടെ എന്തായാലും ഈ ഇരു കരകളിലും ആളുകൾക്ക് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ സേവനവും ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒപ്പം എന്തിനും തയ്യാറായ പള്ളിയോട സേവാ സംഘത്തിന്റെ തിരികെ എത്താം, ചെറിയൊരു ഇടവേള. ഗോപോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ഗോപോ നന്ദിര ടി-മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഇതെവിടുന്നാടാ? IBSൽ അമേരിക്കൻ PG ഡിപ്ലോമ കഴിഞ്ഞ് കരിയർ സെറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചതാ അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBSലൂടെ. വൻ ഓഫറുകൾ തൻ യഥാർത്ഥമേളം പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. Warrior Shirts and Warrior Vastra Ethnic Collections. Warrior for the warriors of life. കേൾക്കാം. ആറന്മുളയിൽ ഉത്രട്ടാതി ജലോത്സവത്തിന് കാണികളായി പമ്പയാറിന്റെ ഇരുകരകളിലും ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരന്നിരിക്കുന്നത്. ഇപ്പോൾ ഹീറ്റ്സ് മത്സരങ്ങളുടെ ചെറു പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എ ബി ബാച്ചുകളിലായാണ് ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഈ മത്സരങ്ങൾക്ക് ശേഷമാകും ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ആറന്മുളയിൽ അക്ഷരാർത്ഥത്തിൽ ജലപൂരമാണ് നടക്കുന്നത്. വള്ളപ്പാട്ടിൻ്റെ ഈരടികൾക്കൊപ്പിച്ച് അവിടെ വലിയ ആവേശം വിതറിക്കൊണ്ടാണ് ഹീറ്റ്സ് മത്സരങ്ങളും പുരോഗമിക്കുന്നത്.
ഈ പള്ളിയോടങ്ങളിലെല്ലാം ദേവസാന്നിധ്യമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് ആറന്മുളയിലെ ഉത്രട്ടാതി ജലോത്സവം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു നൽകുന്ന തുളസിമാല ഈ ഓരോ പള്ളിയോടത്തിലും കാണാനാകും. ആറന്മുള പാർത്ഥസാരഥിയുടെ ഭഗവാന്റെ ചൈതന്യം ഈ പള്ളിയോടങ്ങളിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഭക്തിയുടെ ഒരു ആഘോഷം കൂടിയാണ് ഉത്രട്ടാതി ജലമേള. കേരളത്തിലെ മറ്റ് ജലോത്സവങ്ങളിൽ നിന്നും വിഭിന്നമായി ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തെ വേർതിരിച്ചു നിർത്തുന്നതും ഈ ആധ്യാത്മിക ചൈതന്യമാണ്, ഈ ഐതിഹ്യ പെരുമയാണ്. അതുകൊണ്ട് തന്നെ ഭക്തിക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജലമേളയാണ് നടക്കുന്നത്. വളരെ ആവേശകരമായ മത്സരം പമ്പയാറ്റിൽ പുരോഗമിക്കുകയാണ്. പമ്പയുടെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ചെറുവള്ളങ്ങൾ കുതിച്ചു പായുന്ന ദൃശ്യങ്ങൾ, വഞ്ചിപ്പാട്ടിനൊപ്പിച്ച് തുഴഞ്ഞ് മുൻപോട്ട് എത്താനുള്ള ശ്രമം തുഴക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത്തവണ വളരെ കൃത്യമായി കണിശമായ ഒരു നിലപാട് ഉണ്ടായിരുന്നു. കൂലിക്ക് തുഴക്കാരെ എടുക്കില്ല. അതായത് ഓരോ ദേശത്തിനും ആ കരകൾക്ക്, ആ കരകളിലുള്ളവരെ മാത്രമേ തുഴക്കാരായി എടുക്കുകയുള്ളൂ എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരാൾ പോലുമില്ല തുഴച്ചിൽക്കാരായി. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, അങ്ങനെ പമ്പയാറിന്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ ആവേശമാണ് ആ വള്ളങ്ങളിൽ നിന്നുമെല്ലാം ഉയരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആരവം? തീർച്ചയായും എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പൂവത്തൂർ പടിഞ്ഞാറും ചെറുകോലും ഇടയാറന്മുള കിഴക്കും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായത്. അതിൽ ഇടയാറന്മുള കിഴക്കാണ്, മൂന്നാം ട്രാക്കിലൂടെ വന്ന ഇടയാറന്മുള കിഴക്കാണ് ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ ചെറുകോലിനെ പരാജയപ്പെടുത്തി വിജയിച്ചത് എന്ന് നമുക്ക് കാഴ്ചകളിൽ കാണാം. പക്ഷെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. പൂവത്തൂർ പടിഞ്ഞാറും അതേപോലെ തന്നെ ചെറുകോലും ഇടയാറന്മുള കിഴക്ക് എന്നീ 3 വള്ളങ്ങൾ, അത് എ ബാച്ച് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇവിടെ നടന്നത്. അതിൽ മൂന്നാം ട്രാക്കിലൂടെ വന്ന ഇടയാറന്മുള കിഴക്ക് വള്ളം, അതായത് ആറന്മുള ദേശത്തിന്റെ തന്നെ കിഴക്ക് ഭാഗത്തുള്ള ദേശമാണ് ഇടയാറന്മുള കിഴക്ക്. ആ വള്ളമാണ് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമതെത്തിയത്. അത്തരത്തിൽ ഒരു വിജയം നമുക്ക് പറയാൻ കഴിയുന്നു. രണ്ടാമതെത്തിയത് രണ്ടാം ട്രാക്കിലൂടെ വന്ന ചെറുകോലാണ്. പൂവത്തൂർ പടിഞ്ഞാറ് വളരെ പാരമ്പര്യമുള്ള പള്ളിയോടമാണ് പൂവത്തൂർ പടിഞ്ഞാറ്. പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിന്റെ മുൻ പള്ളിയോടം നേരത്തെ ഭോപ്പാൽ മ്യൂസിയത്തിലേക്ക് വരെ, മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള മ്യൂസിയത്തിലേക്ക് വരെ കൊണ്ടുപോയ പള്ളിയോടമാണ് പൂവത്തൂർ പടിഞ്ഞാറിൻ്റേത്. അങ്ങനെ പുതിയ വള്ളമാണ് അവർ പണിത്. കഴിഞ്ഞ തവണയാണ് അവർ പുതിയ വള്ളം നീറ്റിലിറക്കിയത്. പക്ഷേ എ ബാച്ച് വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരത്തിൽ പൂവത്തൂർ പടിഞ്ഞാറിന് മൂന്നാമത് മാത്രമേ എത്താൻ കഴിഞ്ഞുള്ളൂ. ഇടയാറന്മുള കിഴക്കും ചെറുകോലുമാണ് ഒന്നാമതായി എത്തിയ വള്ളങ്ങളെന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കഴിയും. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വരേണ്ടതുണ്ട്. എ ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞാലാണ് ഫൈനൽ മത്സരത്തിലേക്ക് എത്തുക. 2 വള്ളങ്ങൾ, പ്രധാനപ്പെട്ട ആറന്മുള ജലോത്സവത്തിന്റെ ട്രോഫികൾ 2 പള്ളിയോടങ്ങൾ ഏറ്റുവാങ്ങും. ഒന്ന് എ ബാച്ചിൽ ഒന്നാമതെത്തുന്ന പള്ളിയോടം, ബി ബാച്ചിൽ ഒന്നാമതെത്തുന്ന പള്ളിയോടം. അതുകൊണ്ട് 2 വള്ളങ്ങളായിരിക്കും, 2 പള്ളിയോടങ്ങളാണ് ജലോത്സവത്തിൽ പ്രധാനപ്പെട്ട ട്രോഫികൾ കരസ്ഥമാക്കുക. മന്നം ട്രോഫിയും ആർ ശങ്കർ ട്രോഫിയും ഈ 2 വള്ളങ്ങളും ഏറ്റുവാങ്ങും. അത്തരത്തിലുള്ള വളരെ ഭക്തിനിർഭരമായ ചടങ്ങാണ്, ജലോത്സവമാണ് ഇവിടെ പുരോഗമിച്ചു വരുന്നത്. എ ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങളുടെ 1ാം പാദ ഹീറ്റ്സ് ആണ് ഇപ്പോൾ നടന്നത്. പൂവത്തൂർ പടിഞ്ഞാറും ചെറുകോലും ഇടയാറന്മുള കിഴക്കും തമ്മിലുള്ള അതിമനോഹരമായ മത്സര കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ, ഇപ്പോൾ വിനോദ് പറഞ്ഞു നിർത്തിയത് എ ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത് എന്നാണ്. ബി ബാച്ചിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചോ? അതിന്റെ സമയക്രമം ഒക്കെ എങ്ങനെയാണ്?
ഏറ്റവും ഈ വള്ളംകളിയിലെ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരമാണ് എ ബാച്ച് വള്ളങ്ങളുടെ മത്സരം. അത് ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഹീറ്റ്സ് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കും. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും പമ്പയുടെ ഇരു കരകളിലും വലിയ ആവേശത്തോടെ വലിയ അതിനപ്പുറത്തേക്ക് ഹൃദയം കൊണ്ട് വരവേക്കുന്ന ആ ഒരു കാഴ്ചകൾ തന്നെയാണ് എവിടെയും കാണാനാകുക. എന്തായാലും ഏറ്റവും ആവേശം നിറഞ്ഞ 3 വള്ളങ്ങളാണ് ഈ രണ്ടാം ഹീറ്റ്സ് മത്സരത്തിലേക്ക് പങ്കെടുക്കുക. വിവരങ്ങളുമായി ഗോകുൽ കൂടി ചേരുന്നുണ്ട്. രണ്ടാം എ ബാച്ച് വള്ളങ്ങളുടെ രണ്ടാം ഹിറ്റ്സ് മത്സരത്തിൽ കോയിപ്രം, കിഴക്കനോതറ, വരയന്നൂർ എന്ന് പറയുന്ന 3 പള്ളിയോടങ്ങളായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക. ഗോബോ നന്ദിര തീമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. m4marry.com ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. ങ്ങൾക്ക് നടുവിലൂടെ ഇതാ രണ്ടാം ഹീറ്റ്സ് മത്സരം, എ ബാച്ച് വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സ് മത്സരം ഇവിടെ പുരോഗമിക്കുകയാണ്. തങ്ങളുടെ കരകളുടെ അഭിമാനമായ പള്ളിയോടങ്ങൾ അത് വിജയത്തിലേക്ക് കുതിക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടെ ഭഗവാനുള്ള കാണിക്കയായി ആത്മസമർപ്പണമായി നടക്കുന്ന ഈ വള്ളംകളി, ആ വള്ളംകളി തന്നെയാണ് ഈ കരകളുടെ ഏറ്റവും വലിയ സമ്പന്നത എന്നതും അതിനപ്പുറത്തേക്കുള്ള മറ്റൊന്നുമില്ലാത്ത ഏറ്റവും പ്രൗഢമായ ഒരു മത്സരം തന്നെ കാഴ്ചവെക്കുന്നു. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എനിക്ക് തോന്നുന്നു ഈ പമ്പ നദിയെ പറ്റി പറയണം. പമ്പ നദി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുണ്യമായിട്ടുള്ള നദിയാണ് അല്ലെ. ദക്ഷിണ ഭാഗീരഥി എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. പമ്പ ആറന്മുളയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ജല കേളിക്കുള്ളൊരു വേദിയായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാക്കായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് ആറന്മുളയിൽ പറയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കാലാവസ്ഥ പോലും അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ വള്ളംകളി മത്സരങ്ങൾക്കൊക്കെ തന്നെയായിട്ട്. പമ്പ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. പമ്പയുടെ വിരിമാറിലാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. പമ്പാ നദിയിലെ ജലനിരപ്പടക്കം രാവിലെ മുതൽ തന്നെ അധികൃതർ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഈ പള്ളിയോടങ്ങൾ തുഴഞ്ഞു നീങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ജലനിരപ്പ് ഉണ്ടോ എന്നുള്ള പരിശോധന ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. മതിയായിട്ടുള്ള ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സമീപത്തുള്ള ഡാമിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ട് ജലനിരപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ അധികൃതർ പറയുന്നതനുസരിച്ച് 3 അടി ഉയരമാണ് ജലനിരപ്പ് വേണ്ടത് ഈ പള്ളിയോടങ്ങൾ. നമുക്കറിയാം എല്ലാ വർഷവും അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ വള്ളംകളി ആരംഭിക്കുന്നതിന് മുമ്പ് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ ജലമേളയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ജലമാമാങ്കത്തിന്റെ നടപടിക്ക് അല്ലെങ്കിൽ നടത്തിപ്പിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഭഗവാന്റെ ഒരു അനുഗ്രഹം. വള്ളത്തിലേറി ഭഗവാൻ ഉണ്ടാകുമെന്നുള്ള ആ വലിയ വിശ്വാസം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുതന്നെയാണ് ഈ വള്ളംകളിയുടെ ഒരു വലിയ വിജയവും. ഓരോ വർഷം കഴിയുന്തോറും അത്ര മനോഹരമായി, എത്ര പകരം വെക്കാനില്ലാത്ത ഒരു വള്ളംകളിയായി ഇത് മാറുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഓരോ വർഷവും അതിന്റെ ഭംഗിയും അതിന്റെ പ്രൗഢിയും ഏറിയേറി വരുന്നു എന്നുള്ളത് തന്നെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഏറ്റവും വലിയ സവിശേഷത. പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് മുമ്പ്. ഇന്നലെ അരുണും ഗൗതവും ഒക്കെ ആറന്മുള സമരഭൂമിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആറന്മുള വിമാനത്താവള ഭൂമിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ വിജയിക്കുമായിരുന്നെങ്കിൽ അതൊക്കെ ഏറ്റവും സാരമായി ബാധിക്കുന്നത് ഈ ആറന്മുള ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും പാരമ്പര്യത്തെയും ഉത്രട്ടാതി ജലമേള പോലെയുള്ള ഇവിടുത്തെ സംസ്കാരവും പൈതൃകവും ഒക്കെ തന്നെയാണ്. എന്തായാലും അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ആ പൈതൃകവും ആചാരവും ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. അത് ഈ നാടിന്റെ നിയമമാണ്, ഈ ഭാരതത്തിന്റെ നിയമമാണ്, നമ്മുടെയൊക്കെ ഈ ധർമ്മത്തിന്റെ നിയമമാണ്. അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അത് ഓരോ വർഷവും അതിന്റെ പ്രൗഢി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ആ തനിമയും ആചാര തനിമയും സംസ്കാരവും ഒക്കെ പേറുന്നത് ഈ നാട്ടിലെ യുവതലമുറ കൂടിയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ യുവതലമുറ നമ്മുടെ സംസ്കാരത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന കാഴ്ച പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആറന്മുളയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചടങ്ങുകളിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും ചെറിയ തലമുറയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ തലമുറയാണ്. അതുകൂടാതെ മുതിർന്ന ആൾക്കാരുമുണ്ട്.
ആ പാടിപ്പടിച്ചു പതിഞ്ഞ ആ ഈരടികൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകിയ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികളിൽ അത് പഴയ തലമുറയും പുതിയ തലമുറയും സംഗമിക്കുന്ന ഒരു വേദിയായി തന്നെ ആറന്മുള കാണുന്നു. വഞ്ചിപ്പാട്ട് എന്നത് ആറന്മുളയുടെ ഹൃദയ വികാരമാണ്. അല്ലെങ്കിൽ അങ്ങ് വടശ്ശേരിക്കര മുതൽ ഇങ്ങ് ചെന്നിത്തല വരെയുള്ള ആ കരകളുടെ 52 കരകളുടെയും ഹൃദയ വികാരമാണ്. അത് അങ്ങ് നെഞ്ചോട് ചേർത്തുകൊണ്ട് അത് പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് തങ്ങൾക്ക് കൈമുതലായി ലഭിച്ച പാരമ്പര്യമായി ലഭിച്ച ആ പവിത്രമായ സംസ്കാരം അത് വരും തലമുറയിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും സമ്പന്നമായി, ഏറ്റവും പവിത്രമായി കൊണ്ടു നടക്കാൻ ഇവർക്കാകുന്നു എന്ന് തന്നെയാണ് ഈ ചരിത്രത്തിലേക്ക് വരും തലമുറയ്ക്കായി ഇത് സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് ഏറ്റവും കരുത്ത് പകരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ വള്ളംകളി ഏറ്റവും മനോഹരമായി വരും തലമുറകളിലേക്കും പകർന്നുകൊണ്ടിരിക്കുന്നതും. എനിക്ക് തോന്നുന്നു ആധുനിക കാലഘട്ടത്തിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാതൃകയാണ് ആറന്മുള എന്ന് പറയും. കാരണം ഇന്നത്തെ സമൂഹം നമുക്കറിയാം ലഹരിയും അതോടൊപ്പം തന്നെ മറ്റ് പല ദുഷിച്ച പ്രവർത്തനങ്ങളിലേക്കും ചിന്താഗതികളിലേക്കും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിൽ പക്ഷേ ഇവിടുത്തെ പുതുതലമുറ ഉൾപ്പെടെ അവരുടെ ആചാര തനിമയിൽ അങ്ങനെ തന്നെ അടിയുറച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലും തലമുറ ഭേദ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു. ഈ പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർ വരെ ഒരു പള്ളിയോടത്തിൽ നമുക്ക്